ബംഗ്ലാദേശിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ, പ്രവാസികളൊക്കെ ആയിട്ട് ആളുകൾക്ക് തന്നെ ഇതേപോലെ അവിടുത്തെ ഗവൺമെൻറ് അയച്ചു കൊടുക്കുന്നതാണ് ഒരു പോസ്റ്റിൽ. ഇതിനകത്ത് നമുക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് എത്ര ചിഹ്നങ്ങളുണ്ട്, ആർക്കാണ് വോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും, രേഖപ്പെടുത്തും. അതേപോലെ നിലവിൽ അവിടുത്തെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു IT സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ബംഗ്ല ഭാഷയിലാണ്. ഇതിനുശേഷം നമുക്ക് അവിടുത്തെ ഗവൺമെൻറ് അഡ്രസ്സിൽ ഇത് അയച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കറിയാം ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇനി അടുത്ത ഇലക്ഷനിൽ ഈ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മളൊക്കെ തന്നെ നാട്ടിലുള്ള ആളുകൾ നമുക്ക് പ്രവാസി വോട്ട് എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തവണ പല സ്ഥലത്തും പല വേദികളിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഫോം 16 ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അതേപോലെ ഒരു പോസ്റ്റൽ വോട്ടോ കാര്യങ്ങളോ ചെയ്യാനുള്ളൊരു കാര്യം ഇതേവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഏതായാലും ഇനി വരാൻ പോകുന്ന സർക്കാരുകൾ നമ്മുടെ ഒരു പ്രവാസികളുടെ വോട്ടിൽ ഒരു പരിഗണന കാണിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം.